സദൃശ്യവാക്യങ്ങൾ 24 അധ്യായം അതിന്റെ 19 വാക്യം. ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം മുഷിയരുത്, ദുഷ്ടന്മാരോട് അസൂയപ്പെടുകയും അരുത്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലവും ഒരു വചനചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. നന്മ ചെയ്യുന്നതിന്റെ പേരിൽ തിന്മ അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ അവരിൽ ഒരാളായിരിക്കാം. അങ്ങനെയുള്ളവർ മിക്കപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, ഈ വന്ന കാലത്ത് സത്യസന്ധതയ്ക്കും നന്മയ്ക്കും നേരായി ജീവിക്കുന്നതിനൊന്നും ഒരു വിലയുമില്ല. തെറ്റായ നിലയിൽ ജീവിക്കുന്നവർക്ക് ഒരു കുറവുമില്ല. അവർ സന്തോഷത്തോടെ സുഖത്തോടെ ജീവിക്കുന്നു. അവരുടെ കാര്യങ്ങൾക്ക് ഒരു കുറവുമില്ലാതെ എല്ലാം വളരെ പെട്ടെന്ന് നടക്കുന്നു. ഒരുപക്ഷെ ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് മുന്നമേ ബോധ്യമുള്ളതുകൊണ്ടാകണം ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ ഇങ്ങനെയൊരു വചനം ബൈബിളിൽ എഴുതിയത്: ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം മുഷിയരുത്, ദുഷ്ടന്മാരോട് അസൂയപ്പെടുകയും അരുത്. സത്യത്തിൽ ഈ വസ്തുത പലതവണ ബൈബിളിൽ ആവർത്തിച്ചിട്ടുണ്ട്. യാതൊരുവിധ ഭാവിയും പ്രത്യാശയുമില്ലാത്തവരോട് നാം എന്തിന് അസൂയപ്പെടണം? ദാവീദിനും ഇതിന് സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സങ്കീർത്തനങ്ങൾ 73 അധ്യായത്തിൽ നമുക്ക് കാണാം. സങ്കീർത്തനങ്ങൾ 73 2 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: എന്നാൽ എന്റെ കാലുകൾ ഏകദേശം ഇടറി, എന്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു. അവർ മർത്യരെ പോലെ കഷ്ടത്തിൽ ആകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല എന്ന് തുടങ്ങി തുടർന്നുള്ള വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ആമേൻ. ദാവീദ് തന്റെ ജീവിതത്തിൽ കടന്നു വന്ന അനുഭവത്തിൽ നിന്ന് താനിത് പറയുകയാണ്. എന്നാൽ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ദുഷ്ടനോടാണെങ്കിൽ പോലും ആത്മിക ജീവിതത്തിൽ അസൂയ വളരെ അപകടകരമാണ്. ദാവീദ് പിന്നത്തേതിൽ പറയുന്നുണ്ട്, അവരുടെ അന്തം എന്താകുമെന്ന് ഞാൻ ആലയത്തിൽ വന്ന് ചിന്തിച്ചു, അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു എന്ന് തനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നു, ഒരുപക്ഷെ ദുഷ്ടനോടാണെങ്കിൽ പോലും ആത്മിക ജീവിതത്തിൽ അസൂയ വളരെ അപകടകരമാണ്. അസൂയയും നിഗളവും ഇവർ വളരെ അടുത്ത സഹോദരങ്ങളാണ്. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് എപ്പോഴും നമ്മൾ പരിശോധിക്കണം. ജീവിതയാത്രയിൽ നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ ഇവർ രണ്ടുപേരും നമ്മുടെ കൂടെ കൂടും. നമ്മൾ തിരിച്ചറിയണമെന്ന് നിർബന്ധമില്ല. 1 പത്രോസ് 5 അധ്യായം അതിന്റെ 5 വാക്യത്തിൽ പറയുകയാണ്: അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ കഥ എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. കൂറ്റൻ മരത്തടി കയറ്റിയ വണ്ടി വലിച്ചു നീങ്ങുകയാണ് 2 കാളകൾ. തടിയുടെ ഭാരം കാരണം അവ വളരെയധികം ക്ഷീണിച്ച് നടപ്പ് വളരെ പെതുക്കെയാക്കി. ആ വണ്ടിയിലുണ്ടായിരുന്ന മരത്തടി വളരെ അഹങ്കാരത്തോടെ അവരെ കളിയാക്കി. മടിയന്മാരായ നിങ്ങളെന്റെ ഭാരം കാരണം തളർന്നുപോയോ? വേഗം നടക്കൂ, ഇല്ലെങ്കിൽ എന്റെ യജമാനൻ നിങ്ങളെ അടിച്ച് ശരിയാക്കും. ഇത് പറഞ്ഞ് ആ മരത്തടി പുച്ഛത്തോടെ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ അതിലൊരു കാള മരത്തടിയോട് പറഞ്ഞു: ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ നിന്നെ അവിടെ എത്തിക്കുമ്പോൾ തീരും, പക്ഷേ നിന്റെ ദുരിതം അവിടെ തുടങ്ങും. മരപ്പണിക്കാർ വന്ന് നിന്നെ അറത്തു മുറിച്ച് പല കഷ്ണങ്ങളാക്കും, പല രൂപത്തിലാക്കും. പിന്നീട് അങ്ങോട്ട് നീ അനുഭവിക്കേണ്ട കഷ്ടപ്പാട് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും സങ്കടമുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട മരത്തടി ഞെട്ടിപ്പോയി, നിശബ്ദനായി ആ യാത്ര തുടർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, ഈ ജീവിതയാത്രയിൽ നമുക്ക് എന്താണ് പ്രശംസിക്കാനുള്ളത്? എന്താണ് നമുക്ക് അഹങ്കരിക്കാനുള്ളത്? ഒന്നുമില്ല. 1 കൊരിന്ത്യർ 13 അധ്യായം അതിന്റെ 5 വാക്യം പറയുന്നു: സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു,
എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും നമുക്ക് സ്നേഹം കൊണ്ട് നേരിടാം. ഈ പുതിയ ദിവസം സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ദുഷ്പ്രവൃത്തിക്കാർ നിമിത്തം മുഷിയരുത്, ദുഷ്ടന്മാരോട് അസൂയപ്പെടുകയും അരുത്. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പുതിയ ദിവസം അങ്ങയുടെ മക്കളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ നന്മകളാൽ, ആത്മീകമായ അനുഗ്രഹങ്ങളാൽ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അസൂയയില്ലാത്ത കർത്താവെ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഹൃദയം ഞങ്ങൾക്ക് തരണമേ. നിഗളമില്ലാത്ത കർത്താവെ, ഒരു ജീവിതം ഞങ്ങൾക്ക് തരണമേ. അങ്ങയുടെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിൽ പരസ്പരം സഹായിച്ച്, പരസ്പരം കൈത്താങ്ങൽ കൊടുത്ത് ഒരുമിച്ച് മുന്നേറുവാൻ അങ്ങയുടെ മക്കളെ സഹായിക്കണം. കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ്, ഈ പുതിയ ദിവസം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.